നന്മകളെ ഇല്ലാതാക്കുന്നത് നമ്മുടെ കൂടെയുള്ള മനുഷ്യർ തന്നെയാണ്. എത്ര നല്ല നന്മകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആ നന്മകളായിട്ട് കരുതാതെ അതിനെ കുറ്റം കാണുന്ന, അതിലെന്തെങ്കിലും കുറവുകൾ കാണുന്ന മനുഷ്യരാണ് നമ്മുടെ കൂടെയുള്ളത്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ കുറവ് മാത്രമേ കാണുള്ളൂ. ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് വചനം വളരാത്തത്. നമ്മിൽ ഇതുപോലെയുള്ളൊരു മനുഷ്യരുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ദൈവം സൂക്ഷിക്കാൻ പറഞ്ഞ മനുഷ്യരിലെ ചില വ്യക്തികളായിട്ട് ഞാൻ മാറുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ കുടുംബത്തില് ഒരു നന്മയുണ്ടാകുമ്പോൾ, എന്റെ സമൂഹത്തിൽ ആരെങ്കിലും നന്മ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കൂട്ടായ്മയിൽ ആരെങ്കിലും നന്മ ചെയ്യുമ്പോൾ ഇതുപോലെ സൂക്ഷിക്കേണ്ട ഒരു മനുഷ്യനായിട്ട് മാറുന്നുണ്ടോ? അവരുടെ നന്മയെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടമായി ചേർന്ന് മറ്റുള്ളവരോട് ഈ അസൂയ പറഞ്ഞുകൊടുത്ത് വിഷം കുത്തിവെച്ച് അവരെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം.